സ്വരശുദ്ധിയുടെ നൈർമല്യവുമായി പ്രിയ പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന മലയാളത്തിന്റെ കുഞ്ഞു ഗായകരുടെ ഈ മനോഹര വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ആലാപന വിരുന്നിലേക്ക് എത്തുന്നു കൊല്ലത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി നിവേദ്യ കുട്ടി. വെൽക്കം നിവേദ്യ ഓൺ സ്റ്റേജ്. ഡയറക്ടർ സാറേ, സുഖമാണോ? പുതിയ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയായോ? ഒന്നുമില്ല. നല്ല ഡ്രസ് കേട്ടോ. അതെ, നല്ല എക്സലന്റ് കോമ്പിനേഷൻ. അതായത് കരിയും പച്ചയും പിന്നെ അതിന്റെ താഴെ ഉള്ള ആ ഓഫ് വൈറ്റ്, ഇതിനകത്തുള്ള കസവും പച്ചപ്പൂക്കളും കസവും. മൊത്തത്തിലൊരു കേരളീയ അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? ഇന്ന് ഞാൻ ഫേവറേറ്റ് റൗണ്ടില് ഒരു പൂ വിരിയുന്ന സുഖവർണ്ണ. ഔസേപ്പച്ചൻ്റെ മ്യൂസിക്, പിന്നെ വിചാരണ എന്ന ചിത്രം, ഇത്ര എനിക്കറിയാം. പിന്നെ എഴുതിയത് രമേശൻ നായർ സാർ. പാടിയത് ചിത്ര. ഈ പാട്ട് കേട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഈ പാട്ട് എനിക്കൂടെ പാടണം. അല്ല, അത് ഫിലിമിലെ ഫീമെയിൽ വെർഷനാണുള്ളതെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ആഗ്രഹമാണ് എനിക്ക് പാടണം എന്ന് പറഞ്ഞിട്ട് ഞാനിത് പാടിയിട്ട് എത്ര പ്രാവശ്യം ഞാൻ ഈ പാട്ട് കേട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഷെഹനായുടെ ഒരു പീസൊക്കെ ഉണ്ട്, അത് അതിമനോഹരമാണ്. അത് AVM RR സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് കേൾക്കുമ്പം ശരിക്കും ഇവിടെ കേൾക്കുന്ന ഒരു ഫീലുണ്ട് കേട്ടോ. കാരണം ഇവർ ലൈവായിട്ട് വായിക്കുന്നുണ്ട്. ഈ ഫീലിൻ്റെ ഒരു 3 ഇരട്ടി കിട്ടും. കാരണം വെച്ചാൽ വയലിൻസ് ഇവിടെ 4 ഉള്ളൂ, അവിടെ 40 ഉണ്ട്. അതതിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു സുഖം ഈ പാട്ടിൽ നിന്ന് ഞാൻ അനുഭവിച്ചു. അതാണ് ഒരു പൂ വിരിയുന്ന സുഖമറിഞ്ഞു, ഞാനും അറിഞ്ഞു. All the best. Okay, Director Saab, all the best.
വളരെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് എങ്ങനെ പാടിയാലും ഈ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. അതന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ ഫീല് എപ്പോഴും ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഓരോ കാര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ അവരതനുസരിച്ചിട്ടായിരിക്കും ഒരു പാട്ടുകാരനെ വിളിക്കുന്നത്. അല്ലാതെ ഒരു പാട്ടുകാരത്തെ വിരോധമുള്ളതുകൊണ്ടൊന്നും വിളിക്കാതിരിക്കത്തില്ല. അപ്പൊ ആ ഔസേപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഫീൽ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഒരു പൂവിരെ അങ്ങനെ ഒന്നെടുത്തേ. ഒരു പൂവിരെ സുഖമറിഞ്ഞോ സുഖമറിഞ്ഞോ നറുമഞ്ഞൊരുകുന്ന ലയമറിഞ്ഞ് നറുമഞ്ഞൊരു ഗമകാരീരി നറുമഞ്ഞൊരുകുന്ന ലയമറിഞ്ഞു ഉണരൂ ഉണരൂ യമുനേ ഉണരൂ ഏതോ മുരളിക പാടുന്നു അങ്ങനെ ഗ്ലൈഡ് പാടുന്നു ദൂരെ വീണ്ടും പാടുന്നു. ആ ഫീൽ എന്തുകൊണ്ടാ നോക്കി. ഒരു പൂവെരിയുന്ന സുഖമറിഞ്ഞോ കുറച്ചുകൂടെ നീ പഞ്ചമത്ത് വരട്ടെ. ആ നറുമഞ്ഞൊരുകുന്ന ലയമറിഞ്ഞു ഉണരൂ ഉണരൂ. എങ്ങനെ ഉണരുന്നേ? ഉണരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണരത്തില്ല. ഉണരൂ 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 യമുനേ ഉണരൂ ഏതോ മുരളിക പാടുന്നു ദൂരെ ദൂരെ വീണ്ടും പാടുന്നു. അങ്ങനെയുള്ള ഫീല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും. മോള് പാട്ട് കേട്ട് അതുപോലെ പഠിച്ച് പാടി എങ്കിലും കുറച്ച് ഫീൽ ആഡ് ചെയ്യായിരുന്നു. വരി മറന്നു പോയതൊക്കെ പോട്ടാ സാരമില്ല കേട്ടോ. നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. നന്നായിരുന്നു. നല്ല സോങ് സെലക്ഷൻ. നന്നായിട്ട് പാടി. ശ്രീകുട്ടനങ്ങളും കൂടി പാടിയ പാട്ടാണ്. ശ്രീകുട്ടനങ്ങൾ പറഞ്ഞു തന്നു കുറേ കാര്യങ്ങൾ. പിന്നെ ഈ ചരണത്തില് താരകപ്പൂവുകളാണ് യവനികയ്ക്ക് എപ്പോഴും അവിടെ അത് ഒരു ശ്രുതി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു. വേറെ ഞാനൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ഇത് ഒന്നുകൂടി ശ്രദ്ധ വേണം കേട്ടോ. ലിറിക്സ് ഒന്നും മറക്കരുത്. എന്താ വേറെ എന്തെങ്കിലും ആലോചിച്ചോ ഇടയിൽ? എന്തിനു ടെൻഷൻ? എല്ലാം കഴിഞ്ഞില്ലേ? ഈ കുഞ്ഞു പ്രായത്തിൽ എന്തിനാ അത്ര ടെൻഷൻ? ശ്രദ്ധിച്ച് പാടണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു പാട്ട് സെലക്ട് ചെയ്ത് ഇത് ആരെ സെലക്ട് ചെയ്ത്? അമ്മയ്ക്കൊരു വലിയ ലഡ്ഡു എൻ്റെ വക. ആൻറ്റിയുടെ നാട്ടിലെ വലിയ ആന ലഡ്ഡു ഉണ്ട്. ഇത്രയും വലിപ്പമുണ്ട്. ഇനി ഒരു ദിവസം ആൻറ്റി പോയിട്ട് വരുമ്പോൾ കൊണ്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത്രയുണ്ട് ആ ലഡ്ഡുവിന് വലിപ്പം. ചുമ്മാ ഞാൻ തൊടുപുഴയല്ലേ ആന ലഡ്ഡു. പിന്നെ മോൾക്ക് ഇന്ന് പറ്റിയ തെറ്റുകളെല്ലാം പാടിയ ശ്രീകുട്ടൻ ചേട്ടൻ എല്ലാം പറഞ്ഞു തന്നു. അത് തന്നെയാണ്. എനിക്കത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പല സംഗതികളും പലതെല്ലാം നന്നായിട്ട് എടുത്തു. നല്ല സുഖമറിഞ്ഞ് തന്നെ മോള് പാടി. പക്ഷേ ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താണ് ടെൻഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ടെൻഷനില്ലാതെ ഞങ്ങളൊക്കെ ടെൻഷനായിട്ട് ഇരിക്കുന്ന. അയ്യോ കുഞ്ഞുങ്ങൾ തെറ്റിക്കല്ലേ, കുഞ്ഞുങ്ങൾ വരി മിഴുങ്ങല്ലേ, ഗ്ലും വരല്ലേ എന്നൊക്കെ ഇവിടെ ടെൻഷനായിട്ട് ഞങ്ങളായിരിക്കുന്നത്. എനിക്ക് കാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ്. മോള് പാടിയതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. വർണ്ണങ്ങൾ തുടങ്ങിയത് ഫസ്റ്റില് കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. സോ today we are giving you 98 out of 100. Thank you sir. Auntie ഒരു ഔസേപ്പച്ചൻ ബുക്കിട്ടി. Thank you sir. all the best. Thank you. Tata. ഗാനാമൃതത്തിന്റെ സ്വരവിരുന്നേകാനെത്തുന്നു കൊല്ലത്തിന്റെ സ്വന്തം പാട്ടുകാരൻ ആര്യക്കുട്ടൻ. വെൽക്കം ആര്യ ഓൺ സ്റ്റേജ്. ഭാഗവതരോ? ഹായ് ആര്യക്കുട്ട. ഹായ്. അറിയോ? അറിയാം. ഓ എങ്ങനെ അറിയാം?
ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പേരറിയില്ലേ? പേരറിയാം. എന്താണ്? മിന്നി ആന്റി. ഓക്കെ, അത് പോലെ. അല്ല, ഫുൾ നെയിം എന്താണ്? ബിന്നി കൃഷ്ണകുമാർ. സൂപ്പർ, താങ്ക് യു കണ്ണേ, താങ്ക് യു. ഏത് പാട്ടാ? 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ആഹാ, ആഹാ. ഇവരും പാട്ടാണല്ലോ, വളരെ ഈസി ആയിട്ടുള്ള പാട്ടാണ്. ലൈറ്റ് ആയിപ്പോയി. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. അതെ, വളരെ എളുപ്പം. അതെ, നല്ലൊരു സെലക്ഷൻ. അപ്പൊ നമുക്ക് പാടാം. പാടാം. ഗുഡ് ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. മധുരമയ ഗാനം പോലും കരളിലമൃതമഴ. ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ. തൊരിയുമളവിളിലമിഴികളിലകിയതിൽ മൃദുര തരള പദചലന നടനമുതിരൂ. പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൻ വെൺതൂവൽ കുലി പോലഴകേഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിലേതോ താളം. മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിൽ അവയിലുണരും ഒരു പുതിയ പുളക മതലറി ഒഴുകി വരും അറിയ സുഖ നിമിഷമേ. ആരോടും മിണ്ടാതെ ആരോമൽ തീരത്തിൽ അനുഭൂതികളിൽ ഏഴു സ്വരങ്ങളും
അടിപൊളി തകർത്തു. ആര്യക്കുട്ട എന്തോ സൂപ്പറായിട്ട് പാടി. താങ്ക് യു സാർ. മോൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അപാരമായിട്ട് പാടിയിട്ടുണ്ട്. അതാ അനുപല്ലവിയും ചരണവും. അത് ഒരു മനുഷ്യനും ഒരൊറ്റ ബ്രത്തിൽ കിട്ടാൻ പ്രയാസമുള്ള ഏരിയ ഒക്കെ മോൻ പുഷ്പം പോലെ പാടി. ഞങ്ങൾ വിചാരിച്ചു മിക്കവാറും ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നത് അവിടെ ആയിരിക്കും പ്രശ്നം ഉണ്ടാവാൻ പോണത്. അവിടെ പാടി ചവിട്ടി കയറാൻ വേണ്ടിയിട്ട്. അതൊരു 18-ാം പടി കയറ്റവാ. കാരണം നല്ല തെള്ളുള്ള സമയത്ത് കയറുന്നൊരു ഇടമാണത്. മോഹന് വളരെ ഈസി ആയിട്ട് അങ്ങ് കയറി. നന്നായിരുന്നു കേട്ടോ, വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ഹൃദയ ധമനികളിൽ നിന്ന് പാടിക്കളയായിരുന്നു. അതുപോലെ ഹമ്മിങ് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം. അത് വലിയ പ്രശ്നമില്ല, എന്നാലും റിഹേഴ്സൽ സമയത്ത് നന്നായിരുന്നു. പക്ഷേ ടേക്കിന് വന്നപ്പോഴത്തേക്ക് ഹമ്മിങ് കുറച്ച് വന്നു. പിന്നെ ഇതിന് ഡീറ്റെയിലിംഗ് ഉണ്ട്. പല്ലവിയിലാണ് മോൻ്റെ ഒരു ഇത്തിരി പ്രശ്നം. അത് കൂടുതലും അതായത് ഞാൻ പറയുന്നത് വലിയ ആനക്കാര്യമല്ല, ചെറുത്. അതായത് ജാലം ഇന്ദ്രജാലം അതിലോല ലോലം അങ്ങനത്തെ ഒരു ഈസിനെസ്. അതിലോല ലോലം ലോലം 7 സ്വരം. അവിടെ ഫീലാണ്. 7 സ്വരങ്ങളും 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ആ സംഗതിയും കൂടെ ഒന്ന് ഒരിച്ചിരി തഴുകി വരുന്നൊരു ഒന്നുകൂടെ പാടും. തഴുകി വരുന്നൊരു അത്. പിന്നെ ഇപ്പൊ ഒരു പുതിയ ശീലം തുടങ്ങിയിരിക്കുന്നല്ലോ, ഒരു വിരലെടുത്ത് പ്ലഗ് പോലെ ഇടുന്നല്ലോ. കേൾക്കാൻ വേണ്ടി. ആ ശീലം കൊള്ളൂല. ഭയങ്കര ബോറാ കേട്ടോ മോനെ അത്. അത് ഇപ്പോഴേ മാറ്റിക്കണം. കാരണം വേറൊന്നുമല്ല, മോൻ ആലോചിച്ച് നോക്കും, മോൻ കുറച്ച് പ്രായമായിട്ടേ ഞാൻ തന്നെ ഒരു സ്റ്റേജില് കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ എന്ന് പാടി എങ്ങനെ ഇരിക്കും? മോന് ശരി വന്നില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാനില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ആര്യക്കുട്ടാ, എന്തോ ആര്യക്കുട്ടനൊരു ജ്ഞാനസ്ഥനാണ്. താങ്ക് യു സാർ. പാട്ട് അടിപൊളിയായിട്ട് പാടി. ഈ കുഞ്ഞു പ്രായത്തില് ഈ പാട്ട് ഇത്ര നന്നായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കേട്ടോ. താങ്ക് യു സാർ. എന്തായാലും പല്ലവിയിൽ മാത്രമേ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഹമ്മിങ്ങും പ്രശ്നങ്ങൾ അത് മാത്രം. തഴുകി വരുന്നൊരു ഗാനത്തിന്റെ അത് സംഗതി ചെറുതായിട്ട് സ്ലിപ്പായി. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? തഴുകി വരുന്നൊരു വീണ്ടും വെച്ചല്ലോ. അതെ, തഴുകി ദേഷ്യം വന്നിട്ടാണോ? അല്ല ആണോ? അല്ല, പിന്നെ സ്വയമായിട്ട് കേൾക്കാനാ പാട്ട്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ശ്രീകുട്ടൻ പറഞ്ഞില്ലേ ഈ പാടുമ്പോ കേൾക്കാറില്ലേ? ഇത് വെക്കുമ്പോഴേ കേൾക്കത്തുള്ളൂ. അല്ല, പിന്നെ അല്ല, അപ്പൊ ഇപ്പുറത്തെ ചെവി ആര് പൊത്തി പിടിക്കും? മൈക്ക് മീനോട്ട് പിടിക്കുകയാണെങ്കിൽ രണ്ടും ഞാനിവിടെ പാടുമ്പോ ഇങ്ങനെ. അത് മാത്രമല്ല മോനെ, ഒരു റെക്കോർഡിങ്ങിന് മോന് പാടാൻ പറ്റത്തില്ല. അതെ അതെ അതെ, റെക്കോർഡിങ്ങിന് ഹെഡ്ഫോൺ വെക്കുമ്പോഴത്തേക്ക് വിരലോട് ഇടും. അത് മാറ്റൂലേ? മാറ്റും. ആ ശീലമേ അങ്ങ് വിട്ടേര് കേട്ടോ. ഇത് മോന്റെ നന്മയ്ക്ക് വേണ്ടി പറയാ കേട്ടോ. ഞാൻ ചിരിപ്പിക്കാൻ വേണ്ടി പറയല്ല, മോന്റെ നന്മയ്ക്ക് വേണ്ടി പറയാ. ഓക്കെ, വേറെ അനുപല്ലവിയും ചരണൊക്കെ അടിപൊളിയായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ആ ബ്രത്ത് കൺട്രോൾ നന്നായിട്ടുണ്ട് മോന്. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. ചക്കരക്കുട്ട, എന്തോ ആര്യക്കുട്ട എന്തോ അസാധ്യായിരുന്നു. താങ്ക് ആ ഹമ്മിങ്ങിലെ മോൻ്റെ ആ ഒരു ഇമോഷൻ, ആ ഭാവം, അതൊക്കെ കൊണ്ടുവരാൻ വളരെ എന്താ പറയണ, ആർക്കും പറഞ്ഞു കൊടുത്ത് വരുത്താൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ മോൻ്റെ ഇത്രയും ചെറിയ മോൻ്റെയൊക്കെ ഉള്ളിൽ ഇത്രയും വികാര വിക്ഷോഭങ്ങളുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോയി. കാരണം അതിൻ്റെ പേരാണ് മധു പറഞ്ഞ ജ്ഞാനസ്ഥൻ. മിശ്ര ശിവരഞ്ജിനി രാഗത്തിലുള്ളത്. ഒരുപാട് പാട്ടുകളുണ്ട് മിശ്ര ശിവരഞ്ജിനി. എങ്ങനെയൊക്കെ ശിവരഞ്ജിനി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പാടാന്നുണ്ടല്ലോ, അതിൽ മിശ്രം കയറി വരും. നമ്മുടെ റേഡിയോ സ്റ്റേഷനും ദൂരദർശനൊക്കെ പണ്ട് തുടങ്ങുമ്പോ മറ്റേ അതെ, റേഡിയോ ദൂരദർശനം തുടങ്ങുമ്പോ മോനൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അതെ അതെ, അല്ല അത് നോക്കൂ, ആ ഒരു കാലത്ത് 6 മണിക്ക് പേയ്മെന്റ് ഉണ്ട്. അതുപോലെ അയ്യോ ടോപ്പ് ബാൻഡ്, നിങ്ങളിത് തമിഴ്നാട്ടിൽ പറയും കേട്ടോ,
ഭയങ്കര സൂപ്പറിന് അവര് പറയും അവസ്ഥ അവസ്ഥ എന്ന് പറയും. കാരണം വേറെ വേർഡില്ല പറയാൻ. അതിഭീകരമായിരുന്നു. ഓ അതിങ്ങനെ വായിച്ചിട്ട് കാര്യം ഈ ശിവരഞ്ജനി രാഗത്തിലൊരു സാഡ്നെസ് ഉണ്ടെങ്കിലും ഇത് എപ്പോൾ കേട്ടാലും നമുക്ക് ഭയങ്കര ഒരു കോരിത്തിരിക്കുന്ന ഫീലാണ്. അപ്പൊ ഒരു 2 ലൈൻ മീരാ ഭജൻ ഇതേ രാഗത്തിലുള്ള ബരസ് ബദരിയാ സാവർ കീ ബരസ് ബദരിയാ സാവർ കീ सावन की मन भावन की बरस बदरिया सावर की सावन की मन भावन की सावन में उमंगयो मेरो मनवा झनक सुनी हरियावन की झनक सुनी हरियावन की बरस बदरिया सावर की सावन की मन भावन की. മോനെ നന്നായിട്ട് എൻജോയ് ചെയ്തു. മിടുക്കനായിട്ട് വരും കേട്ടോ. താങ്ക് യു ആന്റി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ആന്റി. മോനൊരു ശിവരഞ്ജിനി ഇവിടെ കൊണ്ടിട്ട് ഇവിടെ മുഴുവൻ പാട്ട് മയമായി. നന്നായി. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആടി ഒരു ചിരിയോ ചിരിപ്പൂക്കുറ്റി. താങ്ക് യു സർ. ടാറ്റാ. പാട്ടുകൂട്ടിലേക്ക് പാടിക്കയറിയ നമ്മുടെ മിടുക്കി പാട്ടുകാരി ദേവൂട്ടി എത്തുന്നു. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. ദേവനന്ദ എന്താ മോളെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഷാരൂഖ് ഖാനാ. ഷാരൂഖ് ഖാൻ എന്താ എന്ത് പാട്ട് ചിരിച്ചത് ചിലങ്കയല്ല എന്ന് പറഞ്ഞ പാട്ടാണ്. പാട്ട് ചിരിച്ച ചിരിച്ചത് ചിലങ്കയല്ല. കുറച്ച് തെളിഞ്ഞു വരുന്നുണ്ട്. തുടക്കത്തിൽ മാത്രം ഒരു ഹസ്കിനെസ് ഉണ്ട്, പിന്നെ അങ്ങോട്ടങ്ങ് പാട്ട് തുടങ്ങാൻ വേറെ വല്ല വില. ഇടയ്ക്ക് ഷാരൂഖ് ഖാന്റെ പോലെ അപ്പൊ ഇതായിരിക്കും ഡ്രസ്സ്, ആ സിറ്റുവേഷൻ അനുസരിച്ച ഡ്രസ്സ് ഇതായിരിക്കാം. ഡ്രസ്സൊന്നല്ല. പിന്നെ 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 ആരാ ഇത് ഇടിപ്പിച്ചു വിട്ടത്? എന്തോ ആ ഡ്രസ്സ് ഇടാൻ പറ്റാത്തോണ്ട് ഇങ്ങനെ ഇട്ടതാ. ആ ഡ്രസ് പിന്നെ നമുക്ക് ഇനി കിട്ടത്തില്ലല്ലോ. ഇതേ സിനിമയായത്? നൃത്തശാല. അപ്പൊ ഇത് കറക്റ്റാ. അപ്പൊ കറക്റ്റ് ആണ്. അതെ അതെ അതെ. ഓക്കെ ആണല്ലോ. പിന്നെ തലക്കെട്ടൊക്കെ ആയിട്ട്. സംഗീതം വി ദക്ഷിണാമൂർത്തി സർ, എഴുതിയത്? ശ്രീകുമാരൻ തമ്പി സർ. പാടിയത് എല്ലാരും ഈശ്വരി അമ്മ. പിന്നെ ഒരു ഐറ്റം ഡാൻസ് ആയിരിക്കും അല്ലേ? പക്ഷെ ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്യുമ്പോഴ് ഐറ്റം ആണെങ്കിലും അതിനകത്തൊരു ഘടകം കാണും. അതെ. ഒരു സംഗീതാത്മകമായിട്ടുള്ള ഒരു കർണാടക സംഗീതത്തിൻ്റെതായിട്ടുള്ള ഒരു 2 തുള്ളി. അതെ. ഏതെങ്കിലും ഒരു 2 ഔൺസ് 2 ഔൺസ് ശകല എസൻസ് അതിനകത്ത് ഒഴിച്ചാണ്. ഡാൻസേഴ്സ് ഉണ്ടോ? ഉണ്ട്. തുടങ്ങട്ടെ. വിളിക്കുക, അവരെ വിളിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. जकाम गलरी गल गल काम जकाम है गल गल काम जकाम गलरी गल गल काम जकाम है
യാമസുമം പൊഴിയുന്ന പൂമണം ഒരുമിച്ചു നാം നുകരും ഓർമ്മതൻ തേന്മണം 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 ചിരിച്ചത് ചിലങ്കയല്ല ജനനിതം ജീവനം വിളിച്ചത് വീണയല്ല വിങ്ങുമിൻ ഗദ്ഗദം ഗദ്ഗദം ചിരിച്ചത് ചിലങ്കയല്ല ജനനിതം ജീവനം വിളിച്ചത് വീണയല്ല വിങ്ങുമിൻ ഗദ്ഗദം ഗദ്ഗദം കണ്ണിൽ കാമദളം പൂത്തുലയും കാണാ കരളിതളോ നൊന്തെരിയും കണ്ണിൽ കാമദളം പൂത്തുലയും കാണാ കരളിതളോ നൊന്തെരിയും സ്വർഗരാജകാമിനിയായി ഞാൻ നടിക്കുന്നു ദുഃഖഭൂമി സ്വപ്നഭൂമിയായി ഉണരുന്നു 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 കൊഴിയുന്നു യാമസുമം കൊഴിയുന്നു പൂമണം ഒരുമിച്ചു നാം നുകരും ഓർമ്മതൻ തേന്മണം 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 Wow! Hey! Super. അടിപൊളി. Beautiful. അടിപൊളിയേ. Dances nice. Chorus nice. അതെ Super, നിങ്ങൾ super. കലക്കി. അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സർ. കാരണം പാട്ട് വലിയ സംഗതികളൊന്നുമില്ല എങ്കിലും അതിനിടയിൽ ഒരു സംഗതി ഉണ്ട്. പേര് ഞാനങ്ങ് മാറ്റുക. ആ, LRD നന്ദ. എങ്ങനെയുണ്ട്? നല്ലതാ. അടിപൊളി. LR ഈശ്വരിയമ്മയുടെ ഒരു പ്രതിരൂപമായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. അപ്പൊ LR ദേവനന്ദ എന്നുള്ളത് LRD നന്ദ. മോള് ഒരുപാട് പോർഷൻസ് ഈശ്വരിയമ്മ പാടുന്ന അതേപോലെ ഡിറ്റോ പോലെ ആ വിബ്രാറ്റോ ഒക്കെ അസലായിട്ട് പാടി കേട്ടോ. Thank you, sir. സംഗതികളാണേലും അതിന്റെ ആ പാട്ടിന്റെ ഫീൽ ആ രണ്ട് ലെജൻസ് അതായത് LR ഈശ്വരിയമ്മയും B വസന്ത അമ്മയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഫീല് മൊത്തമായിട്ട് അതേപോലെ പുനർ ആവിഷ്കരിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. നന്നായിരുന്നു. ചിരിച്ചത് ചിലങ്കയല്ല ജനനിതം ജീവനം വിളിച്ചത് വീണയല്ല വിങ്ങുമിൻ ഗദ്ഗദം ഗദ്ഗദം ചിരിച്ചത് ചിലങ്കയല്ല ജനനിതം ജീവനം വിളിച്ചത് വീണയല്ല വിങ്ങുമിൻ ഗദ്ഗദം ഗദ്ഗദം കാരണം ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ആരും അങ്ങനെ കേട്ടിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇത് 1972 ഒരു ചിത്രമാണ് നൃത്തശാല. അതിനകത്ത് ഈ പാട്ട് അങ്ങനെ നോട്ട് കോമൺ. അതുപോലെ തന്നെ ഈ നമ്മുടെ റിയാലിറ്റി ഷോയ്ക്കൊന്നും ആരും എടുത്ത് കണ്ടിട്ടില്ല. ബട്ട് കൊള്ളാം, അച്ഛന്റെ സെലക്ഷൻ. അച്ഛൻ കൊള്ളാം. നല്ല അച്ഛൻ. നല്ല ശബ്ദമായിരുന്നു, നല്ല പെർഫെക്റ്റ് വോയിസ്. താങ്ക് യു സർ. ഉള്ളതുള്ളതുപോലെ കൃത്യമായിട്ട് പാടി. ഗുഡ്. താങ്ക് യു. ദേവനന്ദ എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ആ ചിരി പോലെ തന്നെ ഉണ്ടായിരുന്നു ഇതിലത്തെ ആ വിബ്രാറ്റോ ഒക്കെ. LR ഈശ്വരിയമ്മയുടെ പോലെ തന്നെ അല്ലെങ്കിൽ B വസന്തമ്മയൊക്കെ പാടിയ പോലെ തന്നെ അത് കറക്റ്റായിട്ട് ശ്രീകുട്ടൻ നിങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് അത് ഇവിടെ അതുപോലെ തന്നെ കൊണ്ടുവന്നു പാടി. Thank you, അതെങ്ങനെയാ വിബ്രാറ്റോ സ്പീഡിലുള്ളതെന്ന് കേൾക്കട്ടെ. രാഗതാള സംഗമത്തിൻ സുഖമറിയാമോ രാത്രി വണ്ടിൻ ചുണ്ടിലൂറും സ്വരമറിയാമോ അറിയാമോ 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 എനിക്ക് ഇങ്ങനെ കാണിക്കാൻ തോന്നുന്നു. എന്തായാലും കൊള്ളാം, അടിപൊളി കേട്ടോ, ഉഗ്രനായിരുന്നു. വളരെ ഒന്നും പറയാനില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ദേവനന്ദ, എന്തോ ദേവനന്ദയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആലോചിക്കുകയാണ് ഈ ദക്ഷിണാമൂർത്തി സ്വാമി ഇത് 1972 ഇറങ്ങിയ സിനിമയിലെ പാട്ടാണ്. അപ്പം അന്നേ അദ്ദേഹം
ഈ പാട്ടിൻ്റെ ആ ഒരു ഫസ്റ്റ് പല്ലവി ട്യൂൺ ചെയ്തിരിക്കുന്നത് ഒരു വളരെ റെയറാകും. സഗമ പനി സാനി പമ ഗസ. പേര് പർപ്പതി ഓർ സുമനേശ രഞ്ജിനി, 2 പേരുണ്ട് ഈ രാഗത്തിന്. ഇന്നും ഇത് റെയറാണ്. അപ്പോൾ അന്ന് 1972 അദ്ദേഹം ഇതൊരു ഐറ്റം നമ്പറാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും റൂട്ട് പിടിക്കാം. പക്ഷേ ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞതുപോലെ ചെയ്തത് ദക്ഷിണാമൂർത്തി സ്വാമി ആയതുകൊണ്ട് എന്തോ ഉണ്ടാവും എന്നുള്ളത് അത് വളരെ കറക്റ്റാണ്. നമ്മുടെ മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ, മൗനം പോക്കും നെഞ്ചിൽ മുളം തണ്ടിൽ പാട്ടുണ്ടോ. അതുകൊണ്ട് കൃഷ്ണ കരോ ഭജമന പ്രഭ തുമ, കൃഷ്ണ കരോ ഭജമന പ്രഭ തുമ, കൃഷ്ണ കരോ. അത് ഇതുമായിട്ട് എന്ത് വ്യത്യാസം ഉണ്ടെന്ന് അതെ അതെ ശരിക്കും ക്ലാസിക് വശം ചെയ്തു. ഇത് അദ്ദേഹം Light എത്ര version. ലൈറ്റർ വേർഷൻ, എന്ത് രസമായിട്ട് അതാ ഇങ്ങനെ ഒരു സിറ്റുവേഷന് അദ്ദേഹം എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ദക്ഷിണാമൂർത്തി സ്വാമി അദ്ദേഹത്തിന് വലിയൊരു നമസ്കാരം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഏത് രാഗത്തിലാ ചെയ്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും? സ്വാമിയാ ആ എന്ത് സ്വാമി പറയും? ഇത് എന്ത് രാഗത്തില, ഇത് എങ്ങനെയാ കമ്പോസ് ചെയ്ത്? നാരായണ 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 ഓ, നാരായണ. എല്ലാം ഭഗവാന് സമർപ്പണം അല്ലേ? അതെ, അങ്ങനെ. അതെ, അതെ. അപ്പൊ മക്കൾ നന്നായിട്ട് പാടി. ആ വിബ്രാറ്റോ വണ്ടർഫുൾ, ഉഗ്രം കയ്യടി. രാഗതാള സംഗമത്തിൻ സുഖമറിയാമോ, രാത്രി വണ്ടിൻ ചുണ്ടിലൂറും സ്വരമറിയാമോ, അറിയാമോ അറിയാമോ അറിയാമോ. കൊഴിയുന്നു യാമസുമം, പൊഴിയുന്നു പൂമണം, ഒരുമിച്ചു നാം നുകരും ഓർമ്മതൻ തേന്മണം, തേന്മണം തേന്മണം തേന്മണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മൊത്തത്തിൽ വിഷ്വൽ ഡാൻസ് എല്ലാം കൂടെ നമുക്ക് ആ ഒരു ഇത് വേറൊരു നൃത്തശാല കാണുന്ന പോലെ തോന്നും. കേട്ടോ മോളെ? ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. അപ്പൊ എല്ലാവരുടെയും എന്താ ഈ ഒരുപാട് സംഗതികളൊക്കെ ഉള്ള പാട്ടെടുത്തിട്ട് ഒരു 10 മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ ഇതുപോലൊരു പാട്ടെടുത്ത് ഒരു മിസ്റ്റേക്ക് പോലും ഉണ്ടാക്കാതിരുന്നാൽ അതിന് ഞങ്ങൾ തരുന്നതാണ് ഇറ്റ്സ് 100 ഔട്ട് ഓഫ് 100. ആദ്യ ഒരു ദക്ഷിണാമൂർത്തി സ്വാമികൾ പൂക്കുറ്റികൾ. അങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗറിലെ അതിമനോഹരമായിട്ടുള്ളൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.